എല്ലാവിധ നന്ദി രേഖപ്പെടുത്തി. കഴിഞ്ഞ 4 വർഷമായിട്ട് മെഡിക്കൽ കോളേജിലെ 2 വിഭാഗങ്ങളുടെ പരസ്പര വൈരബുദ്ധി എന്നൊക്കെ എന്തായാലും പറയാം, കുടിപ്പകയുടെ തിക്ത അനുഭവം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. മാനസികമായിട്ട് നിങ്ങളെയൊക്കെ പൈസ വളർത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 45 വയസ്സ് വരെ നല്ല ഒന്നാമതാണ് ഷട്ടിൽ കളിച്ചു, ഫുട്ബോൾ, ക്രിക്കറ്റ് കളിച്ച് കോട്ടയം ജില്ലാ ലീഗിലും ആലപ്പുഴ ജില്ലാ ലീഗിലും ക്രിക്കറ്റ്, ഹോക്കി കളിച്ച ധാരാളം കളിച്ചു. ഇതിപ്പോ പിള്ളേരെ കളിക്കുന്ന കോളേജിൽ പിള്ളേരെ കളിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പൈസ വലിയ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ആണെന്ന നിലയ്ക്ക് കാര്യത്തിൽ നമുക്ക് ചൂഷണം അറിയുന്നതോടെ നമുക്ക് കാര്യത്തിനെ മനസ്സിലാക്കുക. ശരിക്കും ഓർത്തോ ന്യൂറോ വിഭാഗം, ഞാൻ ഡോക്ടർ അശോകനെ ബിസിനസ് ചെയ്യാമെന്ന് പറയുന്നത് ഈ സമയത്ത് ഏതൊക്കെ ഡോക്ടേഴ്സ് അവിടെ വിളിക്കുന്നത്, കാരണം 23 ദിവസം മരണനിരയായിട്ടുള്ളതാണ്. അതിനിടയിൽ 10 പ്രാവശ്യം ഡോക്ടേഴ്സ് വിളിച്ച് വന്നു അറിയിക്കപ്പെട്ടേക്ക് അറിയിച്ചോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. നേരെ അയൽവയ്ക്ക് പറഞ്ഞു അവിടെ കർണാടക ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ ഹോസ്പിറ്റലിനെ കുറിച്ച് വളരെ അഭിമാനം തോന്നുന്നു. 19 ദിവസം മെഡിക്കോളെ കിടന്നില്ല, ഇന്ന് ചാകും, നാളെ മരിക്കും, അല്ലെങ്കിൽ നാളെ ചാകും, ഉടനെ അരമണിക്കൂറിനാണ് ചാകുമെന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തി ബലമായിട്ട് ഡിസ്ചാർജ് വാങ്ങി കൊണ്ടുപോയി തള്ളാത്ത ഹോസ്പിറ്റലാക്കാണ് ഈ മാറാ ഹോസ്പിറ്റൽ. ഞാനാണ് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമാണ് ഡോക്ടർ വേണു, ഇന്ന് ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന അതിപ്രഗതനായ ഒരു പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ വേണുവിനെ ഞാൻ 1 വർഷം പോളിടെക്നിക് പഠിച്ച വിദ്യാർത്ഥി. പുള്ളിക്ക് MBBS കിട്ടി, കോട്ടയം മെഡിക്കൽ MBBS എടുത്ത് ഇപ്പൊ MBA ഒക്കെ എടുത്തിട്ട് കേരളത്തെ സ്വകാര്യ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്നെ കണ്ടത്. അവരെയാണ് ഞാൻ ആദ്യം കാണുമെന്ന് കാണുന്നത്. പക്ഷെ എനിക്ക് പുറം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. എനിക്ക് പുറത്തേക്ക് പ്രതികരിക്കാൻ അറിയാം. എന്റെ പറയുന്നതെല്ലാം കേൾക്കാറില്ല, കാണാനും മേലാ പ്രതികരിക്കാൻ കഴിയും. മെഡിക്കൽ കോളേജിൽ നിന്ന് ചെമ്പിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അമൃതാനന്ദയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിന് ഇടപാടിൽ നിൽക്കുന്ന സമയത്തും ഇവിടെ ഡോക്ടറുകൾ തന്നെ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോകും. അയാൾ അനങ്ങി കഴിഞ്ഞാൽ അത് ഹെഡ് ഇഞ്ചുറിയാണ്. ഒരു ആംബുലൻസ് ഉപയോഗിച്ചിട്ട് ആംബുലൻസ് എടുക്കാത്ത ഒരു അവസ്ഥയിലാണ്. വീടിന്റെ പഠിക്കൽ, വീട്ടിൽ നിന്ന് 100 മീറ്റർ പോയാൽ ചെയ്യുന്നത് ബാറിന്റെ ഫ്രണ്ടിലാണ്. അതാണ് ഏറ്റവും വലിയ വിനയം. പലരും കണ്ട് ഈ വെള്ളം പിടിച്ചു വീഴുന്നുണ്ടെങ്കിലും ആളുകൾ വേറെ ഞാൻ ബാറിൽ കയറി ഡ്രിങ്ക്സ് സ്റ്റൈലാണ്. ഞാൻ എനിക്ക് 47 വയസ്സായി, ഇന്നലെ ഒരു മദ്യത്തിന്റെ ഡിഗ്രി കഴിച്ചു. പക്ഷെ എന്നെ ആളുകൾ ഞാൻ ബാറിൽ കയറി വെള്ളം അടിച്ച് അവകാശക്കാരാണ്. വളരെ സ്ത്രീകളെ കാണുന്ന കൊയ്യാമോ സ്ത്രീകൾക്ക് ധാരാളം റെസ്പോൺസ് ഗവൺമെന്റ് അതൊക്കെ പോലെ എന്നെ മെഡിക്കോളേജ് കൊണ്ടുവന്നു. അന്നേരം എന്നെ അറിയില്ല, വഴിയിൽ ഏതോ ഒരു അംബാസഡർ ഉണ്ടെന്ന് നോക്കും. അരമണിക്കൂർ ആംബുലൻസ് എടുക്കാതെ പോയി. ഓർത്തോ സാറിനെ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എനിക്ക് ഒരു ഡോക്ടർമാരും കയറിയത്, 2 ഡോക്ടർമാർ ഗവൺമെന്റ് ഡോക്ടർ PS ജോർജ് അന്നത്തെ അവിടെ വേറെ ഡോക്ടർമാരൊന്നും അറിയില്ല. ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. 23 ബോധം വേണ്ടി പറഞ്ഞു. എന്നെ ഓർത്തോ അഡ്മിറ്റ് ചെയ്തു. ഒരു 12 ഞാൻ രക്ഷകനാണ് സംഭവം. എന്റെ മോളെ SSLCയുടെ 3ാമത്തെ പരീക്ഷ ഹിന്ദി പരീക്ഷയ്ക്ക് മൗണ്ട് സ്കൂളിന്റെ ബസ്സിലൊക്കെ കയറ്റിയിട്ട് തിരിച്ചു വരുന്ന ബിസ്കറ്റ് കുറിച്ച് ചേർത്ത് ഓർമ്മണിക്കുന്നു. ആ ബാറിന്റെ ഫ്രണ്ട് ചെയ്യപ്പെട്ട ഒരു ആംബുലൻസ് റോങ് സൈഡ്, എക്സ്ട്രീം റോങ് സൈഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട രാജമാർ വണ്ടി വരുന്നതൊക്കെ കാണുന്നു. ഞാൻ രാജമാർ ബാറിന്റെ ഗ്ലാസ് കൊടുത്ത് ചാക്കുകയാണ്. എന്നിട്ട് ആംബുലൻസിലേക്കാ പോയിരുന്നതാണ്. ഏറ്റവും 11 പരസ്പര വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരോഗ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ന്യൂറോയിൽ പഠിച്ചുകൊണ്ട് പ്രൊഫസറെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ICU അഡ്മിറ്റ് ചെയ്യും. ന്യൂറോയുടെ ICU അഡ്മിറ്റ് ചെയ്യും. ഇത് സത്യത്തിൽ ഓർത്തോക്കാരെ പ്രകോപിച്ചതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ എന്നെ ആരും നോക്കിയിട്ടില്ല. ഇതിന് ഏത് കോടതി പോയി, കോടതി നമ്മൾ എന്ത് കേസായിട്ട് പോയത് വിജയിക്കണമെന്ന് എനിക്ക് തന്നെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് ഇതുപോലുള്ള സംഘടനകൾ ഈ വലിയ ഈ സമയത്ത് ഇന്ന് മുതൽ അവരെപ്പം ഇപ്പോൾ ഒന്നും പ്രവർത്തിക്കുകയാണ്. അവർ അംഗീകരിച്ചില്ലെങ്കിലും ഈ സംഘടന ഇതുപോലെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുമെങ്കിൽ ഈ സംഘടനയുടെ അടിയൊന്ന് പിന്താക്കരുതെങ്കിലും പ്രവർത്തനമായിട്ട് ഞാൻ ഇതിന് മുമ്പിൽ കാണും എന്നൊരു സംശയമുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഈ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഏനാസ്മ മരിച്ച മധു ജോസഫിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഞാൻ. മധു ജോസഫിന്റെ ഫാദർ വേണ്ടത് അദ്ദേഹത്തെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ മാത്രം ഞാൻ സംസാരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്നവരവിടെ അവര് കാശാറ്റ് നോക്കി അവരെന്നാലെ പറഞ്ഞു തലയ്ക്കാണ് കുഴപ്പം, അതുകൊണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് സ്കാൻ ചെയ്ത് തിരിച്ചു വന്നാൽ റിസൾട്ട് കാണിക്കാനാണ് ഞങ്ങൾ ഡോക്ടർ അശ്വനെ വിളിച്ചത്. അശ്വനെ വിളിച്ചപ്പോൾ പുള്ളി സംസാരം എന്ന് പറഞ്ഞാൽ പുള്ളി ഏറ്റവും നീചമായാണ് സംസാരിക്കുക. ഞാൻ പുള്ളിക്ക് ഇതിൽ താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് ആ പുള്ളിയെ സംസാരിച്ചത്. അന്നേരം മലയുടെ അപ്പാപ്പനും മലയുടെ ചേട്ടന്മാരെ കൂടെയാണ് ചെന്നത്. അന്നേരം ഒരു ജോലി സാറിന്റെ മോളെന്ന് പറഞ്ഞു. ഞാൻ വരത്തില്ല, ഒരു ഡോക്ടർ പറയുക, ഞാൻ വരത്തില്ല. അന്നേരം ഇവരുടെ രൂപ 300 രൂപ ഉണ്ടായിരുന്നു. 300 രൂപ എടുത്ത് കൊടുത്തു, ഒരു കവറിനകത്ത് കൊടുത്തു. കവർ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വന്നേക്കാം, നിങ്ങൾ പോകുന്നു. ഇവര് പെട്ടെന്ന് പോകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇത് കഴിഞ്ഞ് ഈ പുള്ളി കവർ തുറന്ന് നോക്കിയപ്പോൾ വേറെ 300 രൂപ മാത്രമേ ഉണ്ടായിരുന്നു. പുള്ളിയെ കളിയാക്കുന്നതായിട്ടോ എന്തായാലും പുള്ളി തോന്നി. പുള്ളി അങ്ങോട്ട് വന്നു. പിന്നെ അങ്ങോട്ട് ആരും വന്നില്ല.
അവര് പലരും പറഞ്ഞാണ് പുള്ളിയുടെ ഫീസ് 5000 രൂപയാണ്. ഞാൻ സംഭവിച്ചതെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞു ഈ വാലിയിൽ ഒഴിഞ്ഞ് ശ്വാസകോശത്തിൽ കൊണ്ടുവരുന്നത് 500 മില്ലി ബ്ലഡ് കട്ട് ചെയ്യുന്നു. ആ ഡോക്ടർ പിന്നെ പറഞ്ഞു ഇത് ഒരു ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഈ രോഗം കഴിക്കുന്നതാണ്. ഈ 18 മണിക്കൂർ ഇങ്ങനെ കടന്ന ഒരു വ്യക്തി ഒരു ട്യൂബ് ഇട്ട് ഈ കട്ട് ചെയ്ത ബ്ലഡ് എടുത്ത് മാറ്റിയാൽ മാത്രം മതിയായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഈ കഴിഞ്ഞ മാസം പാലക്കാട് കുഞ്ഞ് കാഞ്ഞിരപ്പള്ളി മരിക്കുന്നു. അവിടെ ഇങ്ങനെ ആശുപത്രിക്ക് മാത്രമേക്കുള്ളത്. അവിടെ പിന്നെ ഡോക്ടർ കാണുന്നില്ല. ഞാൻ ചോദിച്ചാൽ പറയും കുഞ്ഞിന്റെ അസുഖം കാണുന്നില്ല. അപ്പൊ അവരുടെ കുഞ്ഞിന്റെ അസുഖം മരിക്കാനുള്ള കാരണം എന്താണ് എന്നെ ചോദ്യം. അത് തന്നെ അദ്ദേഹത്തിന് അപാകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാല് ഒന്നുകൂടെ വേറെ ആശുപത്രി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വരോട് പറഞ്ഞുകൊണ്ട് ഇതേകൊണ്ട് ആ ഭാഗങ്ങൾ കൂടെ അയാൾ നിന്നില്ല. അങ്ങനെ കുഞ്ഞ് മരിക്കാൻ കഴിയുകയുണ്ടായി. 8 വർഷത്തോളമായി നടുവേദനയായിട്ട് ഞാൻ പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ പത്മകുമാറുമായി ബന്ധപ്പെടുകയും സ്കാൻ ചെയ്തപ്പോൾ എന്റെ ഡിസ്കിന് കംപ്ലൈന്റ് ആണെന്നും ഉടൻ തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ഇത് ലഭിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കാൽ ഡോക്ടർ ടോമീസിന് 10,000 രൂപ കൈക്കൂലി കൊടുക്കണമെന്നും അങ്ങനെ ബാക്കി വരുന്ന 40,000 രൂപ ഹോസ്പിറ്റലിലെ ചെലവുകളും മരുന്നുകളും റൂമിന്റെയും ഓപ്പറേഷൻ തിയേറ്ററിന്റെയും വാടകയെ ഇതിൽ വരുമെന്നും അത് ഇത്രയും തുക മുടക്കിയാൽ ചെയ്തുകൊള്ളാമെന്നുള്ള ഉറപ്പിന്മേൽ ഞാൻ പാലായിലുള്ള മെരിയൻ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ ഡോക്ടർ ടോമീച്ചൻ വിളിച്ച് ബുക്ക് ചെയ്യുകയും വിദഗ്ധമായ രീതിയിൽ, അതായത് മെഡിക്കൽ കോളേജ് ചെയ്യേണ്ട സർജറി വിദഗ്ധമായ രീതിയിൽ അവിടെ ചെയ്യാതെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ സർജറി കഴിഞ്ഞ് ഡോക്ടർ ടോമീച്ചൻ ഡോക്ടർ പത്മോടുകൂടിയാണ് ഞാൻ പാലാ മെഡിക്കൽ സെന്ററിൽ സർജറി ചെയ്തതിനു ശേഷം എനിക്ക് അനസ്തേഷ്യയിൽ നിന്ന് ബോധം വീട്ടിൽ കിട്ടിയപ്പോൾ എന്റെ ഇടത് കാൽ പൂർണ്ണമായും ചലനശേഷിയാത്തതുപോലെയാണ്. സാർ പറഞ്ഞപോലെ ഒരു മരകഷണം കൂടെ കിടക്കുന്ന ഒരു പ്രതീതിയായിരുന്നു എന്റെ ഇടത് കാലിന്. എനിക്ക് വളരെയധികം ഭയം തോന്നി. എന്തോ കാൽ നഷ്ടപ്പെട്ട ഒരു പ്രതീതികൾ തോന്നിയപ്പോൾ ഡോക്ടർ പറഞ്ഞ യാതൊരു പേടിക്കേണ്ട, 2-3 ദിവസങ്ങളിൽ ഈ മരയിപ്പെല്ലാം മാറുമെന്നും പ്രിൻസിനെ യാതൊരു പ്രശ്നമില്ലാതെ പ്രിൻസിനെ ഓടി നടക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ്. ആശ്വാസവാക്കുകൊണ്ട് എന്നെ മൂവ് ചെയ്യുന്നത്. അങ്ങനെ 12 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെന്നെങ്കിലും എന്റെ കാലിന് യാതൊരു സാഹചര്യമില്ലായിരുന്നു. 1.5 മാസത്തിന് ശേഷം അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ വസതി, അതായത് കൺസൾട്ടിങ്ങിന് വേണ്ടി മാത്രം വാടക എടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ബാധ്യത അദ്ദേഹത്തെ കാണാൻ ചെയ്യുകയും ഒരു രോഗിക്ക് കൈകൂലി കൊടുക്കാതെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഉറപ്പ് കൊടുക്കുക, എന്നെ നോക്കുമെന്നുള്ള അല്ലെങ്കിൽ ആ രോഗിയെ നോക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇതിനൊരു പ്രതിവിധി ആദ്യപടി എന്നുള്ളത് കാണാൻ സാധിക്കുള്ളൂ. ഇന്ന് ഡോക്ടർമാർക്ക് നശമോന്റെ കാര്യം പറഞ്ഞ പല ഡോക്ടർമാർക്ക് കൊടുക്കുന്ന പൈസയുടെ തൂക്കമനുസരിച്ച് അവർ കാണിക്കുന്ന ആ കൃത്യനിഷ്ഠത മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും